ഉപദേശിക്കൽ താങ്ക്സ് പറയുക, കൂടെ പ്രാർത്ഥിക്കാൻ വേണ്ടി കൂട്ടുവിളിക്കുക, സ്വന്തം സഭയിൽ നിന്നുകൊണ്ട് തന്നെ വീണ്ടും എന്ത് ചെയ്യുക, പ്രാർത്ഥിക്കുക, കർത്താവിനോട് കൂടുതൽ കൂടുതൽ വിളിച്ചപേക്ഷിക്കുക, കർത്താവെ സ്തുതി സ്തോത്രം എന്ന് പറയുക. നമ്മൾ പാടാറുണ്ടല്ലേ, സ്തോത്രം സ്തോത്രം കർത്താവേ സ്തോത്രം, അത് ആയിരം ആയിരമായി അനവധിയായ സ്തോത്രം നാഥാ, കൃപ വേണം ഞങ്ങളിലെന്നും പാടാറുണ്ട്. പക്ഷെ കൂട്ടത്തിൽ വയ്ക്കുന്ന ഒരാളോട് കൈയടിച്ച് സ്തോത്രം പറഞ്ഞാട്ടെ എന്ന് പറഞ്ഞാൽ ഉടനെ നമ്മൾ ചിന്തിക്കും ഇത് മറ്റവന്റേതാ. സ്തോത്രം പറയാൻ നമ്മുടെ വാകൾക്ക് തുറക്കാൻ എന്തെങ്കിലും പ്രയാസമുണ്ടോ? എന്താണ് സ്തോത്രത്തിന്റെ അർത്ഥം? എല്ലാവരും തുറക്കെ പറഞ്ഞു, എന്താണ് സ്തോത്രം? സ്തോത്രം എന്ന് പറയുന്ന വേർഡിന്റെ അർത്ഥം എന്താണ്? നിനക്ക് സ്തുതിയേ ഉള്ളൂ. അത് ആരുടെ സഭയ്ക്ക് മാറി തീർച്ചയായും കൊടുത്തിട്ടൊന്നുമില്ല. ആർക്കും പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ് കർത്താവേ സ്തോത്രം. വചനം കേൾക്കുമ്പോൾ പറയാം, നടന്നു പോകുമ്പോൾ പറയാം, ഒന്ന് തുമ്മുമ്പോൾ പറയാം, കർത്താവേ നിനക്ക് സ്തോത്രം. എത്ര തവണ നമ്മളത് പറയുന്നുണ്ട്? നമ്മളത് ചിന്തിക്കുകയാണ് ഇത് വേറൊരാൾക്കുള്ളതാണ്. എത്രയോ തവണ നമ്മൾ വായിച്ചു വരുമ്പോൾ നിനക്ക് സ്തോത്രമെന്ന്. എന്നാൽ അവൻ ഉച്ചത്തിൽ പറയാൻ നമുക്ക് മടി, ഒരു ലജ്ജ. എവിടുന്ന് കടന്നു വന്നെന്ന് അറിയത്തില്ല ഇപ്പോഴത്തെ കാലത്ത്. ഒരു സ്തുതി പറയാൻ ഒരു ലജ്ജ, ഉച്ചത്തിൽ സ്തുതി പറയാൻ ഒരു ലജ്ജ. എന്തിനാണ് അത്രയും ഷെയിം വന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്നാൽ രഹസ്യത്തിൽ ഇരുന്ന് കണ്ണുനീർ ഒഴുകി പ്രാർത്ഥിക്കുന്നതിന്റെ കൂട്ടത്തിൽ കർത്താവേ സ്തോത്രം എന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കും. ഉച്ചത്തിൽ പ്രാർത്ഥിക്കാൻ പറയുമ്പോൾ കർത്താവേ സ്തോത്രം, നിനക്ക് സ്തോത്രം അർപ്പിക്കുന്നത് എത്രയോ നല്ലതാണെന്ന് പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്. പക്ഷെ ഉച്ചത്തിൽ പറയാൻ നമ്മുടെ നാവ് അനുവദിക്കുന്നില്ല. ബന്ധിച്ചിട്ടിരിക്കുക, നമ്മൾ നമ്മളെ തന്നെ ബന്ധിച്ചിട്ടിരിക്കുക. പലതിനകത്ത് നമ്മൾ നമ്മളെ തന്നെ ബന്ധിച്ചിട്ടിരിക്കുക. അതുകൊണ്ട് കർത്താവ് നമ്മളോട് പറയാണ്, എന്നെ എന്ത് ചെയ്യാനാ പറഞ്ഞത്? ഇപ്പോ എന്നെ വിളിച്ചപേക്ഷിക്കുക, വിളിച്ചപേക്ഷിച്ചാൽ ഞാൻ നിനക്ക് ഉത്തരം അരുളും എന്ന് പറഞ്ഞിരിക്കുന്നു. വിശുദ്ധ യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷം 15-ാം അധ്യായം 7-ാം വാക്യം. വിശുദ്ധ യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷം 15-ാം അധ്യായം 7-ാം വാക്യം. നിങ്ങൾ എന്നിലും എന്റെ വചനം നിങ്ങളിലും വസിച്ചാൽ നിങ്ങൾ ഇച്ഛിക്കുന്ന എന്തെങ്കിലും അപേക്ഷിക്കുകയും അത് നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾ എന്നിലും എന്റെ വചനം നിങ്ങളിലും വസിച്ചാൽ നിങ്ങൾ ഇച്ഛിക്കുന്ന എന്തെങ്കിലും അപേക്ഷിക്കുകയും അത് നിങ്ങൾക്ക് കിട്ടും. ആദ്യം ഞാൻ പറഞ്ഞു, കർത്താവ് എന്താണ് പറഞ്ഞത്? എന്നെ വിളിച്ച് അപേക്ഷിക്കുക എന്ന് പറയുക. രണ്ടാമത് കർത്താവിനോട് ഒരു വാചകം പറയുകയാണ്, നിങ്ങൾ ആരിലായിത്തീരണം? ആരിലായിത്തീരണം? നിങ്ങൾ എന്നിലായിത്തീരണം. നിങ്ങളുടെ ഓരോ മനസ്സും നിങ്ങളുടെ ശരീരവും നിങ്ങളുടെ ആത്മാവും ഒക്കെ ആരിലായിത്തീരണം? കർത്താവിലായിത്തീരണം. നിങ്ങൾ എന്നിലായിത്തീരും. അതിനുശേഷം എന്ത് ശ്രമിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്? എന്റെ വചനം ശ്രമിച്ച് നിങ്ങളുടെ ഉള്ളിലാവണം. അത് നിങ്ങളുടെ ഉള്ളിലായി കഴിഞ്ഞെങ്കിൽ മാത്രമേ ബാക്കി നിങ്ങൾ ഇച്ഛിക്കുന്നത് എന്തെങ്കിലും അപേക്ഷിച്ചു കഴിഞ്ഞാൽ ലഭിക്കൂ. ആദ്യം നിങ്ങൾ എന്നിലായിത്തീരട്ടെ, അതിനുശേഷം എന്റെ വചനം നിങ്ങൾ സ്വീകരിക്കട്ടെ. സ്വീകരിച്ച് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ അപേക്ഷിക്കട്ടെ. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യും? ഉത്തരവരണം. ആദ്യം പറഞ്ഞ് നിങ്ങൾ അപേക്ഷിച്ചോ, ഞാൻ നിങ്ങൾക്ക് ഉത്തരവരണം. ചെറിയൊരു ചേഞ്ച് വരുത്തി, ഇല്ലയോ? 500 1000 ഒക്കെ ഒന്ന് മാറ്റിയതുപോലെ ഒരു ചെറിയൊരു ചേഞ്ച്. ആ ചേഞ്ചിനകത്ത് 2 കാര്യങ്ങൾ കർത്താവ് ഉൾപ്പെടുത്തി. ഒന്നെന്താണ്? നിങ്ങൾ ആരിലായിത്തീരണം? എന്നിലായിത്തീരണം. കർത്താവിലായിത്തീരണം. നിങ്ങൾ കർത്താവിലായിത്തീരണം. അതിനുശേഷം നിങ്ങളുടെ ഉള്ളിൽ ആര് വരണം? വചനം വരണം. അപ്പോൾ ഞാൻ നിങ്ങൾ പറയുന്നതൊക്കെ കേട്ടുകൊള്ളാം. രാവിലെ എഴുന്നേറ്റ് പൊടിയും തട്ടിത്തൂത്ത് ഒരു കുരിശും വരച്ചിട്ട് നേരെ ഓഫീസിൽ പോകുന്നു, തിരിച്ചു വരുന്നു, ഓഫീസിൽ പോകുന്നു, തിരിച്ചു വരുന്നു, ഓഫീസിൽ പോകുന്നു, തിരിച്ചു വരുന്നു. ഇതിനിടയ്ക്ക് എന്ത് മറന്നു പോകുന്നു? ആരോട് സ്തോത്രം പറയാൻ മറന്നു പോകുന്നു? കർത്താവിനോട് സ്തോത്രം പറയാൻ മറന്നു പോകുന്നു. രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ കണ്ണു തുറക്കാൻ ദൈവം തമ്പുരാൻ അനുവാദം തന്നു. ശരിയല്ലേ? എത്ര തവണ നമ്മൾ സ്തോത്രം പറഞ്ഞു കർത്താവിനോട്? കർത്താവ് എനിക്ക് കണ്ണു തുറന്ന് കാണുവാൻ കഴിയുന്നില്ല. എത്രയോ പേർക്ക് ഷുഗറൊക്കെ കൂടി വന്നിട്ട് രാവിലെ എഴുന്നേറ്റ് കണ്ണു തുറന്നപ്പോൾ എന്ത് കാണുന്നില്ല? കണ്ണ് കാണാതായി പോയി. എത്രയോ പേർക്ക്. അതിൽ നിന്നൊക്കെ എന്തുമാത്രം അനുഗ്രഹമാണ് കർത്താവ് നമുക്ക് തന്നത്. രാവിലെ എഴുന്നേറ്റപ്പോൾ എന്റെ കണ്ണു തുറന്ന് ഞാൻ കർത്താവിനെ കാണുവാൻ വേണ്ടി കഴിഞ്ഞു, അല്ലെങ്കിൽ എന്റെ ചുറ്റുമുള്ള ഭാഗങ്ങളിൽ എനിക്ക് കാണുവാൻ വേണ്ടി കഴിഞ്ഞു. അതുകൊണ്ടാണ് അവർ പാട്ടുകാരൻ പോലും പറയുന്നത്, രാവിലെ മനമേ പക്ഷി ഗണങ്ങൾ, ബാക്കി എന്തുവാ? ഉണർന്നിതാ പാടുന്നു. മനമേ പക്ഷി ഗണങ്ങൾ അല്ലേ? പക്ഷിഗണങ്ങൾ ഉണർന്ന് പാടുന്നുണ്ട്, ഞാനത് കേൾക്കുന്നുണ്ട്. പക്ഷെ
പക്ഷെ എന്റെ വായിൽ നിന്ന് ഇത് വരുന്നില്ല, പ്രാർത്ഥനയൊന്നും വരുന്നില്ല. എന്നാൽ ഇത് കേൾക്കാൻ ദൈവം തമ്പുരാൻ തന്നതിനെ ഓർത്ത് ദൈവത്തോട് ഒരു സ്തുതി. കർത്താവേ, ഞാൻ രാവിലെ എഴുന്നേറ്റു, ഈ പക്ഷികൾ പാടുന്നത് ഞാൻ കേൾക്കുന്നു, എന്റെ ചെവി ഇപ്പോഴും തുറന്നിരിപ്പുണ്ട്. നിനക്ക് സ്തുതി കർത്താവേ. എന്റെ സഹോദരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അകന്ന ബന്ധത്തിലുള്ളതാണ്. രാത്രിയിൽ കിടന്നു, രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ഒരു സൈഡ് അനക്കാൻ കഴിയുന്നില്ല. എന്തായിരിക്കും പ്രശ്നം? നിങ്ങൾ തന്നെ പറഞ്ഞു. പെട്ടെന്ന് അദ്ദേഹം പാരലൈസ്ഡ് ആയിപ്പോയി. ഇപ്പൊ അദ്ദേഹം നേരെയാണ്, എന്നാലും സ്തുതിക്കുന്നുണ്ട്, സ്തോത്രം ചെയ്യുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ പ്രാർത്ഥനയിൽ കുറവ് വരുത്തരുതെന്ന് പറഞ്ഞതിന്റെ കാര്യങ്ങൾ പറയുകയാണ്. രാവിലെ എഴുന്നേറ്റ് കാല് നിലത്ത് കുത്താൻ ദൈവം തമ്പുരാൻ അനുവാദം തന്നിരിക്കുന്നു. കർത്താവേ സ്തോത്രം, താന്റെ കാലിനെ നിലത്ത് കുത്തിയിരിക്കുന്നു. നെഞ്ചിലൊന്ന് കൈവച്ച് നോക്കുമ്പോൾ നെഞ്ചിടിക്കുന്നുണ്ട്. ഒന്ന് തുമ്മിയാ മതി കേട്ടോ, ഇതെല്ലാം തീർന്നു പോകാൻ വേണ്ടി. നല്ലതായിട്ട് അറിയാവുന്ന ഡോക്ടേഴ്സോ അല്ലെങ്കിൽ നേഴ്സുമാരോ ആരെങ്കിലും ഉണ്ടെന്നുള്ള അവർക്ക് ഞാൻ ഈ പറയുന്നത് കൃത്യമായിട്ട് മനസ്സിലാവും. നമ്മളൊന്ന് തുമ്മുന്ന എങ്ങനെയാണ്? എല്ലാം നിന്നു പോവുക, നിമിഷ നേരമാണ്. ഒന്നുമില്ല, പൾസില്ല, ഹാർട്ട് ബീറ്റ് ഇല്ല, ഒന്നുമില്ല. ജസ്റ്റ് ഒന്ന് നിന്നതിന് ശേഷമാണ് എല്ലാം ഒന്ന് സ്റ്റാർട്ട് ആവുന്നത്. ആ ഒരൊറ്റ തുമ്മൽ മതിയായിരിക്കും ചിലപ്പം നമ്മൾ പുറമോട്ടേക്ക് മറിഞ്ഞു പോകാൻ. ഇതിനൊക്കെ നമ്മൾ എത്ര തവണ ദൈവത്തിനോട് നന്ദി പറഞ്ഞിട്ടുണ്ടെന്നായി ചോദ്യം. ഞാൻ ഉൾപ്പെടെ നമ്മൾ ആരെ വിളിച്ച് മാറ്റി നിർത്തണം. ഓരോ നിമിഷവും കർത്താവ് നമുക്ക് തരുന്നുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം വീട്ടിൽ ഇരുന്ന് പറയുകയും ചെയ്തു, ചെറുപ്പകാലത്ത് രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ വൈകുന്നേരം ആവാൻ പാടായിരുന്നു. ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ എന്താണ് വൈകുന്നേരം ആവാത്തെന്ന് ചോദിച്ചിട്ടുണ്ട്. ഇന്ന് രാവിലെ ആവുന്നതും വൈകുന്നേരം ആവുന്നതും വളരെ എളുപ്പമാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പെട്ടെന്ന് കടന്നു പൊക്കോണ്ടിരിക്കുക. ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം, പെട്ടെന്ന് കടന്നു പൊക്കോണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ ആയുസ്സും കൂടുവാണോ കുറയുവാണോ? കുറഞ്ഞു പൊക്കോണ്ടേയിരിക്കും. നമ്മുടെ ജീവിതം അങ്ങനെയാണ് ദൈവം തമ്പുരാൻ എഴുതി തന്നിരിക്കുന്നത്. ഓരോ ദിവസം കഴിഞ്ഞു പോകുന്തോറും ഒരിക്കലും നമ്മുടെ ആയുസ് എന്ത് ചെയ്തു വരുന്നില്ല, കൂടി വരുന്നില്ല. അതവിടെ കട്ട് ചെയ്തുകൊണ്ടിരിക്കുക. പണ്ട് സെമിനാരി പഠിക്കുന്ന സമയത്ത് ഞങ്ങൾ ചെയ്യുമായിരുന്നു. കാരണം ഞങ്ങൾക്ക് വർഷത്തിൽ ഒരിക്കലും അവധി കിട്ടും. അതൊരു 30 ദിവസം കഷ്ടിച്ച് കിട്ടും ചില സന്ദർഭങ്ങളിൽ, അല്ലെങ്കിൽ 20 ദിവസം കിട്ടും. ഞങ്ങൾ കാലണ്ടർ എടുത്തിട്ട് പുറമോട്ട് എണ്ണിയിട്ട് കട്ട് ചെയ്ത് കളിക്കുമായിരുന്നു. ഓ, ഇനി ഇത്ര ദിവസം കൊണ്ടുണ്ട് സെമിനാരിൽ നിന്ന് വീട്ടിൽ പോകാൻ, ഇത്ര ദിവസം കൊണ്ട് സെമിനാരിൽ നിന്ന് വീട്ടിൽ പോകാൻ എന്ന് പറയുന്നത് പോലെ കർത്താവ് ഓരോ ദിവസവും നിങ്ങളെ കട്ട് ചെയ്തുകൊണ്ടിരിക്കുക. ഇനി ഇത്ര ദിവസം കൊണ്ട് അവൻ ഭൂമിയിൽ നിന്ന് തിരികെ വരാൻ, ഇനി ഇത്ര ദിവസം കൊണ്ട് ഇവൾ ഭൂമിയിൽ നിന്ന് തിരികെ വരാൻ. ഓരോ ദിവസവും കർത്താവ് കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതിനെ എത്ര പേരും മനസ്സിലാക്കിയിട്ടാണ് ഓരോ ദിവസവും നമ്മൾ യാത്ര ചെയ്യുന്നത്. എന്റെ ദിവസങ്ങൾ ദൈവം തമ്പുരാൻ കട്ട് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ഞാൻ ഏത് വചനമാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്, ഏത് ആത്മാവാണ് എന്റെ ഉള്ളിൽ വന്നിരിക്കുന്നത്, ആ ആത്മാവിനെ ഉൾക്കൊള്ളാൻ നമ്മുടെ മനസ്സും ശരീരവും കഴിയുന്നുണ്ടോ? അതാ ഓരോ സമയത്തും നമ്മൾ ചോദിച്ചുകൊണ്ടേയിരിക്കേണ്ടത്. ഓരോ നിമിഷവും ദൈവം തമ്പുരാൻ ദാനമായി തന്നിരിക്കുന്നു. എല്ലാ നിമിഷവും ദൈവം തമ്പുരാൻ ദാനമായിട്ട് തന്നിരിക്കുക. നമ്മുടെ കുഞ്ഞുങ്ങൾ ജനിച്ചു കഴിയുമ്പോൾ നമ്മൾ കൈനീട്ടി മേടിക്കും അല്ലേ? മേടിച്ചിട്ട് എന്തുമായിരിക്കും? സാധാരണ അമ്മച്ചിമാരൊക്കെ മേടിക്കുകയാണെങ്കിൽ എന്തുമായിരിക്കും നോക്കുന്നത്? ആദ്യമേ അവൻ കരയുന്നുണ്ടോ, ഇങ്ങനെ നോക്കുന്നേ. അവൻ കരയുന്നുണ്ടോ നോക്കും, അവള് കരയുന്നുണ്ടോ നോക്കും. കർത്താവ് നോക്കിയിരിക്കാം, നിങ്ങൾ ഓരോരുത്തരും കരയുന്നുണ്ടോന്ന്. ജനിച്ചപ്പോൾ നിങ്ങൾ കരഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓരോ ദിവസവും നിങ്ങൾ കരയുന്നുണ്ടോന്ന് ആര് നോക്കിക്കൊണ്ടിരിക്കുക? കർത്താവ് നോക്കിക്കൊണ്ടിരിക്കുക. ജനിച്ചപ്പോൾ കരഞ്ഞെങ്കിൽ അത് പുറത്തു വന്നതിന്റെ കരച്ചിലായിട്ട് തിരികെ പോകുന്നതിന് വേണ്ടി എത്ര പേര് കരയുന്നുണ്ട്? കർത്താവെ, സന്തോഷത്തോടെ സമാധാനത്തോടെ ഇവിടെ ജീവിച്ച് എന്നെ തിരികെ വിളിക്കണമെന്ന് എത്ര പേര് കരയുന്നുണ്ട്? അതാണ് കർത്താവ് നമ്മളോട് ചോദിക്കുന്നത്. ഭൂമിയിലേക്ക് വന്നപ്പോൾ നീ സന്തോഷത്തിന്റെ കരച്ചിൽക്കാരൻ, ഇനി തിരിച്ചു പോകുമ്പോൾ നാട്ടുകാരെല്ലാവരും ദുഃഖിച്ച് കരയുന്നത് നമ്മൾ കാണുക. പക്ഷെ നമ്മൾ പാടുന്ന എന്താണ് അവസാനം? ആനന്ദമുണ്ടേനി യേശു മഹാരാജ സന്നിധിയിൽ. ഓരോ നിമിഷം കഴിയുന്നതോറും നമ്മൾ ഈ പാട്ട് നമ്മുടെ മനസ്സിലാവേണ്ടുന്നേ. ഓരോ ബർത്ത്ഡേ കഴിയുന്നതോറും കർത്താവ് നീട്ടി തന്നിരിക്കാന്നാ ചിന്തിക്കേണ്ടത്. അടുത്ത ബർത്ത്ഡേ വരെ എന്നെ നീട്ടി തന്നിരിക്കുക.
ഇതിനിടയ്ക്ക് എപ്പോ വേണമെങ്കിലും ഞാൻ ഈ ട്രെയിനിൽ നിന്ന് ഇറങ്ങാം. പ്ലാറ്റ്ഫോമിൽ വീട് പോകരുത്, പിടിച്ചിറങ്ങാൻ വേണ്ടി പഠിക്കണം. എവിടം വരെ കർത്താവ് യാത്ര ചെയ്യാൻ അനുവദിച്ചിട്ടുണ്ടോ അവിടം വരെ പോകാൻ വേണ്ടിയിട്ട് നമ്മൾ പഠിക്കണം. ഇടയ്ക്ക് വെച്ച് ചിലപ്പോൾ തെറ്റി ഇറങ്ങി പോകാം. തെറ്റി ഇറങ്ങാനുള്ള അവസരം നമ്മൾ ഉണ്ടാക്കരുത്. നമ്മുടെ ജീവിതത്തിൽ തെറ്റി ഇറങ്ങി പോകുന്ന പലരും അബദ്ധത്തിലായി പോകും, സ്വന്തമായിട്ട് ജീവിതം നശിപ്പിച്ചു കളയും. തെറ്റി ഇറങ്ങി പോകരുത്. എവിടം വരെ കർത്താവ് പറഞ്ഞിട്ടുണ്ടോ അവിടം വരെ പിടിച്ചു പോകണം. കഷ്ടങ്ങളും പ്രയാസങ്ങളും ഒക്കെ വരുമ്പോൾ ചിന്തിക്കണം, ഏറ്റവും കൂടുതൽ ബൈബിളിൽ ഭാഗ്യവാന്മാരെന്ന് പറഞ്ഞിരിക്കുന്നത് നമ്മളെ. ശരിയാണോ? ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെ അങ്ങനെ അങ്ങോട്ട് ഇരിക്കാതെ നിങ്ങൾ അങ്ങോട്ട് പോയേ, അപ്പൊ നിങ്ങൾ എന്താവും? ഭാഗ്യവാന്മാരാണ്. ദുഷ്ടന്മാരോടെ പോകരുത്, പാപികളോടെ പോകരുത്, അവരുടെ ഇരിപ്പിടത്തിൽ ഇരിക്കരുത്, അപ്പൊ നിങ്ങൾ എന്തായി? ഭാഗ്യവാന്മാരായി. രണ്ടാമത് പറയാം, എനിക്ക് ഈ ബൈബിൾ വായിച്ചവൻ ഒന്നും മനസ്സിലാവും. ഉടനെ കർത്താവ് പറയുക, ഒരു വിഷമം വേണ്ട, ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ. നിനക്ക് ബൈബിൾ തേച്ച് കലക്കിട്ട് കഴിച്ച് കുടിക്കണമെന്ന് നിർബന്ധവുമില്ല. നീ അതിൽ ദരിദ്രനായാലും നീ എന്താണെന്ന് പറഞ്ഞിരിക്കുന്നത്? ഭാഗ്യവാനാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. രണ്ടുപേര് പ്രാർത്ഥിക്കുകയായിരുന്നു ഒരു സ്ഥലത്ത്. അപ്പോൾ വിവരവും വിദ്യാഭ്യാസവും ഒന്നും ഇല്ലാത്ത ഒരു പാവം പിടിച്ചൊരു സ്ത്രീ അവിടെ കയറി. അവള് പറഞ്ഞു, എനിക്ക് ഒരു വലിയ സങ്കടമാണ്, അതുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കൊന്ന് പറഞ്ഞുതരാൻ പറഞ്ഞു. അപ്പൊ ബാക്കിയുള്ളവർ പറഞ്ഞു, മുഷിഞ്ഞ വേഷതായി, ഇവർക്കൊന്ന് പ്രാർത്ഥിക്കാൻ അറിയില്ല, എന്തോ പറഞ്ഞു കൊടുക്കാൻ. നീ അങ്ങോട്ട് പോയിരുന്ന എന്തെങ്കിലും ഒരു നമ്മുടെ ഈ കൊച്ചുപിള്ളേർ സംസാരിക്കുന്ന പോലെ എന്തെങ്കിലും ഒരു ഭാഷ സംസാരിക്കാൻ വേണ്ടി പറഞ്ഞു. അവള് സൈഡിലോട്ട് മാറിയിരുന്ന് മാറത്തടിച്ച് അവക്കറിയാവുന്ന ഭാഷയിൽ ആരോട് പ്രാർത്ഥിച്ചു? ദൈവത്തിനോട് പ്രാർത്ഥിച്ചു. ബൈബിൾ അറിയത്തില്ല, ഭഗവത്ഗീത അറിയത്തില്ല, ഖുർആൻ അറിയത്തില്ല, ഒന്നും അറിയണമെന്ന് നിർബന്ധമില്ല. ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ. ദിവസം അതെടുത്ത് വായിച്ചു. നിങ്ങൾക്ക് അറിഞ്ഞൂടാത്ത കാര്യം അറിയാവുന്നവരോട് ചോദിച്ചു. പക്ഷെ അതിൽ ദരിദ്രരായാൽ പോലും നിങ്ങൾ എന്താണെന്നാണ് അറിയപ്പെടുന്നത്? ഭാഗ്യവാന്മാരെന്ന് അറിയപ്പെടുന്നത്. അങ്ങനെ എത്ര ഭാഗ്യവാന്മാരെ നമ്മൾ അതിനകത്ത് കണ്ടിട്ടുള്ളതല്ലേ? ഓരോ സമയത്തും നമ്മൾ ഭാഗ്യവാന്മാരാണെന്ന് കർത്താവ് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും നമ്മൾ കർത്താവിനോട് പറയുക, കർത്താവ് എനിക്ക് ഒരു ഭാഗ്യമില്ല, എനിക്കൊരു ഭാഗ്യമില്ല. നമ്മൾ കാണുന്ന ഭാഗ്യം എന്താണ്? ഒരു ലോട്ടറി എടുത്ത് ബൈബിളിന്റെ നടുക്ക് വെച്ചിരിക്കുകയാണ്. ദിവസവും അതിന്റെ നമ്പർ നോക്കി നമ്മൾ കാത്തിരിക്കും, കർത്താവേ 5 കോടി രൂപ എനിക്ക് അടിക്കണമേ. അടിച്ചില്ല. അപ്പൊ നമ്മൾ എന്ത് പറഞ്ഞു? ഞാൻ ഭാഗ്യവാനല്ല. കർത്താവ് പറയുന്നു നീ ഭാഗ്യവാനാണെന്ന്. ഞാൻ പറയുകയാണ്, എടുത്തു വെച്ച ലോട്ടറി എനിക്ക് അടിച്ചില്ല, അതുകൊണ്ട് ഞാൻ എന്തല്ല? ഞാൻ ഭാഗ്യവാനല്ല. എന്റെ കൊച്ചിന് അഡ്മിഷൻ വേണം. പല പല വലിയ സ്കൂളുകളിൽ കയറി ഇറങ്ങി, പറ്റിയില്ല. ഗവൺമെന്റ് സ്കൂളിൽ വിടാൻ മടി. പറ്റില്ല എന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ ഉടനെ പറയാണ്, എനിക്ക് ഇന്ന സ്കൂളിൽ എനിക്ക് അഡ്മിഷൻ കിട്ടിയില്ല, ഞാൻ ഭാഗ്യവാനല്ല. ഫ്രീ ആയിട്ട് പഠിപ്പിക്കുന്ന ചില സ്കൂളുകളുണ്ട്, നല്ലതായിട്ട് പഠിപ്പിക്കുന്ന സ്കൂളുകൾ അല്ലേ? അവിടെ കിട്ടിയാൽ നമുക്ക് എന്ത് തന്നെയാണ്? ഭാഗ്യമാണ്. പണ്ടത്തെ കാലത്ത് നമ്മൾ ഇത്രയൊക്കെ കയറി ഇറങ്ങി നടക്കാറുണ്ടോ? തൊട്ടപ്പുറത്ത് കാണുന്ന സ്കൂളിലേക്ക് നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ കുഞ്ഞുങ്ങളെ വിടും, അവർ പഠിച്ച് സ്കൂളിലേക്ക് കയറി വരും. ഇന്ന് നമ്മൾ ഓരോന്നും നമ്മൾ ഭാഗ്യാവസ്ഥ കണ്ടെത്തുകയാണ്. എന്റെ കുഞ്ഞിനെ MBBS പഠിപ്പിക്കണം, അയ്യോ അവൻ MBBSന്റെ എൻട്രൻസിൽ തോറ്റുപോയി, അവൾ അത്ര ഭാഗ്യവതിയല്ല. പറയുക, അവളുടെ തലയ്ക്ക് കർത്താവ് വേറെ എന്തെങ്കിലും ചിന്തിച്ചു വെച്ചിരിക്കുന്നത്. നമ്മുടെ ഭാഗ്യം എവിടാണെന്ന് കർത്താവ് പറഞ്ഞു വെച്ചിരിക്കുന്നുണ്ട് ഓരോരുത്തർക്കും വേണ്ടി. അതുകൊണ്ടാണ് കർത്താവ് ഇടയ്ക്ക് ഒരു വീട് പറഞ്ഞു പോയിട്ടുണ്ട്, ഐ ഹാവ് എ പ്ലാൻ ഫോർ യു. എനിക്ക് നിന്നെ കുറിച്ചൊരു പദ്ധതിയുണ്ട്. ജനിച്ചിട്ടുണ്ടോ മരണം വരെ കർത്താവ് ഒരു പദ്ധതി വെച്ചിട്ടുണ്ട്. ഓരോ ദിവസം കട്ട് ചെയ്യുമ്പോഴും കർത്താവ് എന്ന് പറയുന്നുണ്ട്, ഇന്നത്തെ ദിവസം എന്തൊക്കെയാ ചെയ്തത്, ഇന്നത്തെ ദിവസം എന്തൊക്കെയാ ചെയ്തത്. ഇപ്പൊ ഇവിടെ എല്ലാം CCTV ക്യാമറ ഉണ്ട്, ഈ ചുറ്റിനും ഉണ്ടോ? നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവർത്തികളും CCTV ക്യാമറ വെച്ച് ആരും കണ്ടോണ്ടിരിക്കുക, കർത്താവ് കണ്ടോണ്ടിരിക്കുക. ചിലപ്പോ നമ്മളെ മരിച്ച് നമ്മുടെ ആത്മാവ് എത്തുമ്പോൾ ചിലപ്പോൾ നമ്മളെ അവിടെ ഇട്ട് കാണിക്കുമായിരിക്കും ഒരു വലിയ LED സ്ക്രീനിനകത്ത്. നീ ഇത്ര നാളെ ചെയ്തിരിക്കുന്ന എന്തൊക്കെയാണെന്ന് ഒരു ക്ലിപ്പായിട്ടൊക്കെ ഇട്ട് കാണിക്കുമായിരിക്കും. അന്നേരം എടുത്ത് മൂക്കത്ത് വരൽ വെച്ചിട്ട് വല്ല കാര്യമുണ്ടോ? കർത്താവ് ഇതൊക്കെ നിന്റെ ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചിട്ട് കാര്യമുണ്ടോ? അതുകൊണ്ട് ഇപ്പോഴേ കർത്താവ് പറയാം, ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെയും പാപികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാതെയും അങ്ങനെയുള്ളവൻ ആരാ? ഭാഗ്യവാൻ. ആ ഭാഗ്യമാണ് നമുക്ക് വേണ്ടുന്നതെന്ന് കർത്താവ് നമ്മളെ ഓർമ്മിച്ചുകൊണ്ടിരിക്കുക. വിശുദ്ധ മത്തായി ശ്രീയുടെ സുവിശേഷം 6-ാം അധ്യായം 8-ാം വാക്യം.
തുല്യരാകരുത്. നിങ്ങൾക്ക് ആവശ്യമുള്ളത് ഇന്നതെന്ന് നിങ്ങൾ യാചിക്കും മുന്നേ നിങ്ങളുടെ പിതാവ് അറിയുന്നത്. നിങ്ങൾക്ക് ആവശ്യമുള്ളത് ഇന്നതെന്ന് നിങ്ങൾ യാചിക്കും മുൻപേ നിങ്ങളുടെ പിതാവ് അറിയുന്നു. പിന്നെന്തോ വേണം? അല്ലേ? അതാ ഞാൻ പറഞ്ഞത്, എല്ലാം ഇങ്ങനെ എഴുതി കർത്താവ് വെച്ചിരിക്കുക. ഐ ഹാവ് എ പ്ലാൻ ഫോർ യു. എനിക്ക് ഇതിനെ കുറിച്ചൊരു പദ്ധതിയുണ്ട്. ആദ്യം പറഞ്ഞു നിങ്ങൾ വിളിച്ചപേക്ഷിക്കുക, ഞാൻ നിങ്ങൾക്ക് ഉത്തരമരുളൂ എന്ന് പറഞ്ഞു. രണ്ടാമത് പറഞ്ഞു നിങ്ങൾ എന്നിലും എന്റെ വചനം നിങ്ങളിലും വസിക്കണം, അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഉത്തരമരുളൂ എന്ന് പറഞ്ഞു. കർത്താവ് ഒന്നുകൂടെ ലഘുവാക്കി, നിങ്ങൾ യാചിക്കുന്നതിന് മുൻപേ എനിക്കറിയാം നിങ്ങൾ അതൊക്കെ യാചിക്കാൻ പോകുന്നത്. അതാണ് കർത്താവിന്റെ മനസ്സെന്ന് പറയുന്നത്. നമ്മൾ ആരാണ്, നമ്മൾ എന്താണെന്ന് കർത്താവിന് കൃത്യമായിട്ട് അറിയാം. നമുക്കൊരു കുഞ്ഞ് ജനിച്ചു, നമ്മുടെ മനസ്സിൽ ഉടനെ വരികയാണ് ഈ കുഞ്ഞ് ആരായി തീരണം, എന്തായി തീരണം. ചിലവർ അവനവന്റെ വഴിക്ക് വിടും, അവൻ എന്തായി തീരണം എന്നുള്ളത് അവനവന്റെ വഴിക്ക് വിടും. ചിലവരുടെ മനസ്സിലുണ്ട് അതാവുന്നത് വരെ കുഞ്ഞിനെ ചിലപ്പോൾ അലട്ടിക്കളയും. അങ്ങനായി തീരണം, ഇങ്ങനായി തീരണം, അവളെ അങ്ങ് അല്ലെങ്കിൽ അവനെ അങ്ങ് ഇരുട്ടിട്ട് ചെയ്യിപ്പിച്ച് അവന്റെ മനസ്സിൽ എന്താണെന്ന് പോലും ചിലപ്പോൾ തിരക്കാറില്ല. ഈ പ്രോഗ്രസ് റിപ്പോർട്ട് കൊടുത്തു കഴിഞ്ഞതിന് ശേഷം ഞാൻ പറയാറുണ്ട്, എല്ലാ പേരൻസും മീറ്റിംഗിൽ വരണം. എല്ലാ പേരൻസും മീറ്റിംഗിൽ വരും. മീറ്റിംഗിൽ വരുമ്പോൾ ഞാൻ മിക്ക പേരൻസിന്റെ കംപ്ലൈന്റ് കേൾക്കുന്നതാണ്, ഞാൻ പ്രതീക്ഷിച്ചത് ഇവന് 90% മാർക്കായിരുന്നു സാറേ, നാട്ടിലായിരുന്ന സന്ദർഭങ്ങളിലാണ്. പക്ഷെ അവന് ഒരു 60-70 വരെ എത്താൻ കഴിഞ്ഞുള്ളൂ. അപ്പൊ എന്റെ ചോദ്യം അവരോട് ഇതാണ്, അവനതൊരു നല്ല മാർക്കല്ലേ വാങ്ങിയത്? നിങ്ങളുടെ അഭിപ്രായത്തിൽ എന്താണ്? ആ കുഞ്ഞിന് നല്ല മാർക്കല്ലേ വാങ്ങിയത്? എല്ലാവർക്കും 90% കിട്ടണോ നിർബന്ധമുണ്ടോ? ഉണ്ടോ? നിങ്ങൾ തന്നെ ആലോചിച്ചിട്ട് പറഞ്ഞു. എല്ലാവരും കേവന്മാരായിട്ടാണോ അവിടെ ജനിച്ചിരിക്കുന്നത്? ഒരിക്കലുമല്ല. അവനെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി നമ്മൾ ഉള്ളത് തട്ടിയിട്ട് ഉള്ള മക്കളെ നിനക്ക് 60% കിട്ടിയല്ലോ, 70% കിട്ടിയല്ലോ, ഉള്ള മക്കളെ എന്ന് പറഞ്ഞ് നമ്മള് തോളത്ത് തട്ടി അഭിനന്ദിക്കുകയാണ് വേണ്ടത്. കാരണം അവന്റെ ഫീൽഡ് എങ്ങോട്ടാണെന്ന് നമുക്കറിയത്തില്ല. എല്ലാവരും MBBS ആവണമെന്നില്ല, എല്ലാവരും ടീച്ചർ ആവണമെന്നില്ല, എല്ലാവരും എഞ്ചിനീയറിംഗ് പോകണമെന്നില്ല. ഓരോരുത്തർക്കും ഓരോ ഫീൽഡ് അവരുടെ മനസ്സിൽ കാണും. അതുകൊണ്ട് കർത്താവ് പറയുകയാണ്, നിങ്ങൾ പറയുന്നതിന് മുൻപേ, നിങ്ങൾ യാചിക്കുന്നതിന് മുൻപേ എനിക്കറിയാം നിങ്ങൾ എന്താണ് യാചിക്കാൻ പോകുന്നത് എന്നുള്ള കാര്യം. നിങ്ങൾ ഇത്രയും നേരം വചനം എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? കേട്ടുകൊണ്ടിരിക്കുക, ഗ്രഹിച്ചുകൊണ്ടിരിക്കുക. നമ്മുടെ എല്ലാവരുടെയും ഒരു പ്രയാസവും പ്രശ്നങ്ങളും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഈ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അറിയാതെ നമ്മുടെ മനസ്സിൽ നിന്ന് അറിയാമോ ഡീവേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. എങ്ങനെയാണ് ഡീവേറ്റ് ചെയ്യുന്നത്? എങ്ങനെയാ? ഈ കുഞ്ഞുങ്ങളൊക്കെ ക്ലാസ് റൂമിൽ ഇരിക്കുന്ന സമയത്തുണ്ടല്ലോ, ചില സമയത്ത് ഏറ്റവും ബാക്കിൽ ഇരിക്കുന്നവർ അറിയാതെ ഒന്ന് ചാരി എന്ത് ചെയ്യും? ഒന്ന് ഉറങ്ങിപ്പോയി. ആ സമയത്ത് അധ്യാപകന്റെ വലിയൊരു ശബ്ദം വരുമ്പോഴായിരിക്കും അവൻ പെട്ടെന്ന് ഉണരുന്നത്. അപ്പൊ അവനോട് ചോദിക്കുമ്പോൾ അവൻ എന്ത് ചെയ്യും? ഇതുമായിട്ട് എൻറ്റയർലി ഡിഫറെന്റ് ആൻസർ ഒക്കെ ആയിരിക്കും എന്ത് ചെയ്യുന്നത് അവൻ പറയുന്നത്. നമ്മുടെ ഒരു വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഏതിലൂടെ മാത്രമേ നമ്മൾ യാത്ര ചെയ്യാവൂ? ആ ക്ലാസ് റൂമിൽ ഇരിക്കുന്ന കുഞ്ഞ് ഏതിലൂടെ മാത്രമേ യാത്ര ചെയ്യാവൂ? ആ ക്ലാസ് റൂമിൽ നടക്കുന്ന സബ്ജക്റ്റിനൊപ്പം മാത്രമേ യാത്ര ചെയ്യാവൂ. നമ്മൾക്ക് പറയുകയാണ്, കർത്താവിന് നേരത്തെ എന്റെ യാചന അറിയാം എന്ന് പറയുമ്പോൾ ഇപ്പൊ നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ എന്തായിരുന്നു വരേണ്ടത്? നിങ്ങൾ യാചിക്കാൻ വേണ്ടി വെച്ചിരുന്ന ആ വിഷയമായിരുന്നു നിങ്ങളുടെ മനസ്സിൽ വരേണ്ടത്. കർത്താവ്, ഇതായിരുന്നു എന്റെ യാചന. എനിക്കൊരു ജോലി വേണം, എന്റെ വിവാഹം നടക്കണം, എനിക്കൊരു കുഞ്ഞിനെ വേണം. അങ്ങനെ ഓരോന്നോരോ നമ്മുടെ മനസ്സിൽ വരണം. എന്റെ കഷ്ടതകൾ മാറണം, എന്റെ ദുഃഖം മാറണം, എന്റെ കയ്യിൽ എടുക്കുവാൻ പോലും പണമില്ല, ആ സമ്പത്ത് എന്റെ കയ്യിലേക്ക് വരണം. ഇന്നത്തെ ജീവിതമൊക്കെ അങ്ങേക്ക് അറിയാവുന്നതാണല്ലോ. അങ്ങനെ ഓരോന്നും നമ്മുടെ മനസ്സിൽ വരണം. ഈ വചനങ്ങൾ കേട്ടുകൊണ്ട് പോകുമ്പോൾ ഒരിക്കലും നമ്മൾ ഒരു ഡ്രീമിലായി പോകരുത്. എപ്പോഴും വചനങ്ങൾ കേൾക്കുമ്പോൾ അതിന്റെ ഒപ്പം യാത്ര ചെയ്യണമെന്നാണ് നമ്മൾ പഠിക്കേണ്ടത്. അതുകൊണ്ടാണ് ബൈബിൾ വായിക്കുന്ന സമയത്ത് ശ്രദ്ധ എവിടെ കൊടുക്കണം? നമ്മൾ ബൈബിൾ കൊടുക്കണം. പക്ഷെ ഇന്ന് നമ്മൾ കണ്ടിരുന്നത് എന്താ? കൃത്യസമയമാകുമ്പോൾ സീരിയൽ ഓൺ ചെയ്യും, സീരിയലിന്റെ മുമ്പിലിരിക്കും. ആ ഓടി ഒന്ന് കുറച്ചടാ, ഞാൻ ബൈബിൾ ഒന്ന് വായിക്കട്ടെ എന്ന് പറയുന്നത്. ഓടിയെ കുറച്ച് വയ്ക്കുന്നുണ്ട്, ചലനങ്ങൾ അവിടെ നടക്കുന്നുണ്ട്, എന്ത് വായിക്കുകയും ചെയ്യും? ബൈബിൾ വായിക്കും. കൃത്യം 6:30 തിരികൊടുക്കുന്ന വീടുകളുണ്ട്. ആ ഓടി ഒന്ന് താത്തടാ, തിരിയൊന്ന് കൊളുത്തിയേക്കട്ടെന്ന് പറയും. ഏതിനാണ് പ്രാധാന്യം കൊടുത്തുകൊണ്ടിരിക്കുന്നത്? ഏതിനാ പ്രാധാന്യം കൊടുത്തുകൊണ്ടിരിക്കുന്നത്? ലൗകിക നേട്ടങ്ങൾ. ഏതിനാ നമ്മൾ പ്രാധാന്യം കൊടുത്തുകൊണ്ടിരിക്കുന്നത്? ലൗകിക നേട്ടങ്ങൾ. ആരോ എവിടെയോ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന കുറെ കാര്യങ്ങൾ,
കാണണ്ടെന്നും പറയുന്നില്ല. പക്ഷെ ഒരു 15 മിനിറ്റ് നേരത്തെ അതൊന്ന് ഓഫ് ചെയ്ത് വെച്ചിട്ട് കർത്താവിനോട് ഒരു കൗമ നമസ്കരിക്കാനോ അല്ലെന്നുണ്ടെങ്കിൽ ഒരു ബൈബിൾ ഒന്ന് റീഡ് ചെയ്യാനോ നമ്മൾ നേരം കണ്ടെത്തുന്നില്ല. അതിന്റെ വോളിയം ഒന്ന് താത്തേര്, ഞാനൊന്ന് തിരി കൊടുത്തിക്കോട്ടെ, അതിന്റെ വോളിയം ഒന്ന് താത്തേര്, ഞാനൊന്ന് ബൈബിൾ വായിച്ചോട്ടെ എന്ന് പറയുന്ന ലോകത്തിലായി നമ്മൾ ഓരോരുത്തരും. മരണക്കിടക്കിൽ കിടക്കുമ്പോൾ ചുറ്റും കുത്തിയിരുന്ന ആൾക്കാർ കരഞ്ഞിട്ട് കുറച്ച് പേര് ബൈബിൾ വായിക്കുക. ആ സമയത്ത് നിങ്ങളുടെ മരണ സമയത്ത് ഒരുത്തനവിടെ TV അങ്ങോട്ട് ഓൺ ചെയ്ത് വെക്കുകയാണെന്ന് ചിന്തിച്ചോ, ചുറ്റും ഇരിക്കുന്നവർക്ക് എന്ത് തോന്നും? പറഞ്ഞാട്ടെ, എന്ത് തോന്നും? ദേഷ്യം തോന്നും. കർത്താവ് നിങ്ങളോട് ദേഷ്യം തോന്നുന്നുണ്ടെങ്കിൽ, നിങ്ങൾ വിളിച്ചപേക്ഷിക്കുന്നത് കർത്താവ് കേൾക്കുന്നില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതൊക്കെ തന്നെ കാരണം. ഓളിയമൊന്ന് കുറച്ചേടാ, ഞാൻ കർത്താവിനോട് 2 കാര്യമെന്ന് പറഞ്ഞോട്ടെ, വേണ്ടെന്ന് പറയുന്ന കർത്താവ് പറയും. ഓളിയമൊന്ന് കുറച്ചേടാ, ഞാൻ തിരിവെന്ന് വെച്ചോട്ടെ, ആ തിരി അണച്ചേരും പോലെ ദൈവം ഞാൻ പറയും. അതിന് കത്തി നിൽക്കേണ്ട കാര്യമൊന്നുമില്ല, അതങ്ങ് അണച്ചു വെച്ചേരെ. നമ്മൾ കർത്താവിനോട് അപേക്ഷിക്കുമ്പോൾ സ്ട്രെയിറ്റ് ആയിട്ട് നേരാവണ്ണം അപേക്ഷിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ മനസ്സും ശരീരവും ഒക്കെ നിങ്ങൾ എന്നിലും നിങ്ങളുടെ ഉള്ളിൽ ആര് വരണം? വചനവും വരണം. വെറുതെ വായിച്ചു വിടാൻ വേണ്ടിയിട്ട് ഒരു സന്ധ്യാ നമസ്കാരം നമ്മൾ എടുക്കണ്ട. വീട്ടിൽ കൃത്യസമയം നമ്മൾ കണ്ടെത്തണം. കുഞ്ഞുങ്ങളെ എല്ലാവരെയും ഒരുമിച്ച് വിളിച്ചു കൂട്ടണം. അല്ലെന്നുണ്ടെങ്കിൽ ഇന്ന് പോയി പോകുന്ന എന്താണെന്ന് അറിയാമോ? വിശ്വാസം. എന്താണ് നശിച്ചു പോയിക്കൊണ്ടിരിക്കുന്നത്? ഒരു ഡെഫിനിഷൻ ഉണ്ട് വിശ്വാസത്തിന്റെ. എന്താണ് പഠിച്ചിട്ടുള്ളത്? എബ്രായ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്ന വിശ്വാസം. വിശ്വാസം എന്നതോ ആശിക്കുന്നതിന്റെ ഉറപ്പ് എന്നതായിരുന്നു. ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയം. വിശ്വാസം എന്ന് പറഞ്ഞാൽ എന്താണ് പറഞ്ഞത്? ആശിച്ചുകൊണ്ടിരിക്കുക. ഞാൻ എനിക്കിന്നത് കിട്ടണം, എനിക്കിന്നത് കിട്ടണം. ആശിക്കുന്നതിന്റെ എന്താണെന്നാ പറഞ്ഞത്? ഉറപ്പാണ്. പിന്നെ അത് കിട്ടുമോ എന്ന് എനിക്കറിയത്തില്ല. കാണാത്ത കാര്യങ്ങൾ എനിക്ക് വരാൻ പോകുന്നുള്ളൂ. കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ക്വസ്റ്റ്യൻ മാർക്കില്ല. അവിടെ എന്താ വരുന്നത്? ഫുൾ സ്റ്റോപ്പാണ്. പിന്നെ അവിടെ ക്വസ്റ്റ്യൻ മാർക്കില്ല, പിന്നെ അവിടെ ഫുൾ സ്റ്റോപ്പാണ് വരുന്നത്. കാണാത്ത കാര്യങ്ങളെ കിട്ടുന്നതിന് വേണ്ടിയിട്ട് കർത്താവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ എങ്ങനെ തിരികെ കൊടുക്കണം? എങ്ങനെ പ്രാർത്ഥിക്കണം? നിങ്ങളുടെ ഉള്ളിൽ എന്തിനെ കൂട്ടിക്കൊണ്ടിരിക്കണം? വിശ്വാസം എന്ന് പറയുന്ന ആ വേർഡ് നിങ്ങൾ കൂട്ടിക്കൊണ്ടേയിരിക്കണം. എപ്പോഴാണ് വിശ്വാസം തകർന്നു പോകുന്നത്? നിങ്ങൾ തന്നെ പറഞ്ഞു. എപ്പോഴാണ് വിശ്വാസം തകർന്നു പോകുന്നത്? എപ്പോഴാണ് വിശ്വാസം തകർന്നു പോകുന്നത്? നിങ്ങൾ ഈ പറഞ്ഞ സെന്റൻസ് നമുക്ക് ലഭിക്കാതെ വരില്ല. ആശിക്കുന്നതിന്റെ അടുത്ത എന്താ പറഞ്ഞത്? ഉറപ്പില്ലായ്മ. ഞാൻ ഒരുപാട് ആശിക്കുന്നുണ്ട്, പക്ഷെ എനിക്ക് ദൈവത്തിൽ നിന്ന് എന്ത് ലഭിക്കുന്നില്ല? ഒരു ഉറപ്പ് ലഭിക്കുന്നില്ല എന്നുള്ളൊരു തോന്നൽ, ഉറപ്പില്ലായ്മ നിങ്ങൾക്കുണ്ടാവുക. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, നിങ്ങൾ യാചിക്കുന്നതിന് മുൻപേ എനിക്കറിയാം, പക്ഷെ നിങ്ങൾ യാചിക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ എന്ത് കാണണമെന്ന് പറഞ്ഞത്? പോരാ, എന്റെ വചനം ഉണ്ടാകുക. നമ്മളിപ്പോ ബൈബിൾ റീഡ് ചെയ്ത് പോകാറുണ്ടല്ലേ? ഒരു 10 മിനിറ്റ് ഒരു സിനിമയോ ഒരു പാട്ടോ കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ചിലപ്പോൾ അത് പോയി പാട്ട് കാര്യമായിട്ട് പാടുമോ? ഇപ്പൊ ഇറങ്ങിയ ഒരു സിനിമയിൽ ഒരു പാട്ട് ആരെങ്കിലും എന്ന് പറഞ്ഞ് ഇപ്പൊ ഇറങ്ങിയ സിനിമയിൽ ഒരു പാട്ട്, ഇപ്പൊ ഇറങ്ങിയ സിനിമ ഏതാ ലാസ്റ്റ്? മലയാളമോ ഹിന്ദിയോ തമിഴോ ഇംഗ്ലീഷോ ഏതെങ്കിലും പറഞ്ഞു? ആർക്കുമില്ല. അത് ഇപ്പൊ പറഞ്ഞു കഴിഞ്ഞാൽ പ്രയാസമായി പോയാലോ എന്ന് കരുതുന്ന ആരും ഇനി ഉണ്ടതില്ല. ഇപ്പൊ ആർക്കും അറിയത്തില്ല. ചില ആര് സിനിമ കാണുന്നവരല്ല ഇവിടെ അല്ല. എന്തായാലും ആ കാര്യത്തിന് നമ്മുടെ ഇടവകയ്ക്ക് വലിയൊരു സന്തോഷമുണ്ട്. ആര് സിനിമയും സീരിയലൊന്നും കാണുന്നവരല്ല. പഴയ പടം കാണുന്നവരുണ്ട്. ഓക്കെ, സാരമില്ല, ഞാനത് പറഞ്ഞതേ ഉള്ളൂ. നമ്മളിപ്പോ ഒരു സിനിമയോ സീരിയലോ ഓട്ടെ ഏതെങ്കിലും ഒരു പാട്ടോ കേട്ട് കഴിഞ്ഞു കഴിഞ്ഞാലോ അല്ലെങ്കിൽ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാലോ ആ തിയേറ്ററിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ അതിൽ 2 ഡയലോഗുകൾ പറയുന്നതായി. ശരിയാണോ ഞാൻ പറഞ്ഞത്? അല്ലേ? ശരിയല്ലേ? മമ്മൂട്ടിയുടെ 2 ഡയലോഗ് ആവാം, മോഹൻലാലിന്റെ 2 ഡയലോഗ് ആവാം. അതിനകത്ത് നമ്മളെ കൂടുതൽ ക്യാപ്ചർ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ കയറും. ആ പാട്ടിന്റെ 2 ലൈൻ നമ്മൾ പാടും, ആ ഡയലോഗിന്റെ 2 ലൈൻ നമ്മൾ പറയും. എല്ലാം നമ്മൾ കൃത്യമായിട്ട് ചെയ്യും. ബൈബിള് വായിച്ചു കഴിഞ്ഞിട്ട് എഴുന്നേറ്റിട്ട് ഇതിലെ എത്ര ലൈൻ നമ്മൾ കാണാതെ പറയും. അതൊരു ചോദ്യമാണ്. ഈ ശ്രദ്ധയാണോ ആ ശ്രദ്ധ? അതിൽ ഇങ്ങനെ നോക്കിയിരിക്കല്ലേ? മമ്മൂട്ടി ഇപ്പൊ ചാവോ? മോഹൻലാൽ ഇപ്പൊ ചാവോ? സീരിയൽ കാണുവാണെന്നുണ്ടെങ്കിൽ തമാശയായിട്ട് ഇഷ്ടംപോലെ നമ്മൾ ഇതിനെ കേൾക്കാറുണ്ട് അല്ലേ?
ലവള് തൂങ്ങിച്ചാവുമോ, അടുത്ത വാരം എന്തായിത്തീരും, ആ ഒരു ശ്രദ്ധയിലാണ് നമ്മളിങ്ങനെ ഇരിക്കുന്നത്. നെക്സ്റ്റ് വീക്കിൽ എന്തായിത്തീരും എന്നൊക്കെ ശ്രദ്ധയായിരിക്കും. ബൈബിൾ വായിക്കുമ്പോൾ ജസ്റ്റ് വായിച്ചങ്ങ് വിടുകയല്ലേ, അതിനകത്തൊക്കെ എത്ര ഓർക്കാൻ വേണ്ടി ഇരിക്കുന്നത്. നിങ്ങളൊരു പാട്ട് കേട്ടപ്പോൾ നിങ്ങൾക്കത് ബൈഹാർട്ടായി. നിങ്ങളൊരു വേദപുസ്തകം വായിച്ചപ്പോൾ നിങ്ങൾക്കത് ബൈഹാർട്ടാക്കാൻ പറ്റുന്നത് ഒരു 2 സെന്റൻസെങ്കിലും നമ്മുടെ മനസ്സിലിരിക്കണം. ഓരോ ദിവസം നമ്മൾ വായിച്ചു പോകുമ്പോൾ ഇന്ന് വായിച്ചു കേട്ടുള്ള 2 സെന്റൻസ് എന്റെ മനസ്സിലേക്ക് ഒന്ന് കയറുന്നതിന് വേണ്ടി. നമ്മുടെ സ്ത്രീ സമാജക്കാർക്ക് ഇഷ്ടം പോലെ മനപ്പാട വാക്യങ്ങളുണ്ട്, അവർ ഇഷ്ടം പോലെ പഠിച്ചു വെച്ചിട്ടുണ്ട്. ആ ഭാഗങ്ങൾ മുഴുവൻ നിങ്ങൾ വായിച്ചു പോകുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് 2 ലൈൻ കയറി അല്ലേ? എന്ന് പറയുന്നത് പോലെ എല്ലാ ദിവസവും നിങ്ങൾ റീഡ് ചെയ്യണം. 2 ലൈനുകൾ നമ്മുടെ മനസ്സിലേക്ക് വരണം. സമയം കൂടുതൽ എടുക്കുന്നില്ല. ഒരു വാചകം കൂടി നോക്കാൻ. സങ്കീർത്തന പുസ്തകം, സങ്കീർത്തനങ്ങൾ 66-ാം അധ്യായം 18-19 വാക്യം. ആശിക്കുന്നതിന്റെ ഉറപ്പ് വരുന്നത് എങ്ങനെ? ഞാൻ എന്റെ ഹൃദയത്തിൽ അകൃത്യം കരുതിയിരുന്നുവെങ്കിൽ കർത്താവ് കേൾക്കയില്ലായിരുന്നു. ബാക്കി എന്നാൽ ദൈവം കേട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്റെ ഹൃദയത്തിൽ എന്ത് കാണരുത്? അകൃത്യം കാണരുത്. എന്റെ ഹൃദയത്തിൽ അകൃത്യം വെച്ചുകൊണ്ട് ഞാൻ കർത്താവിനോട് യാചിച്ചു കഴിഞ്ഞാൽ കർത്താവ് എന്ത് ചെയ്യുന്നില്ല? അവയെ കേൾക്കുന്നില്ല. കർത്താവ് അതിനോട് താല്പര്യമില്ല. അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ പിന്നങ്ങോട്ട് പറയുന്നുണ്ട്, കർത്താവെ എന്നെ കോപത്തോടെ നോക്കരുത്, എന്നെ ശിക്ഷിക്കരുത്, ക്രോധത്തോടെ ദണ്ഡിക്കരുത് എന്നൊക്കെ പറയുന്നുണ്ട് സങ്കീർത്തനക്കാരൻ. എന്തുകൊണ്ടാണ്? എന്റെ ഉള്ളിൽ എന്ത് നിറഞ്ഞു പോയിട്ടുണ്ട്? അകൃത്യം നിറഞ്ഞു പോയിട്ടുണ്ട്. എന്നാൽ സങ്കീർത്തനക്കാരൻ തന്നെ പറയാം, എന്റെ ഉള്ളിൽ അകൃത്യം ഇല്ലാത്തതിനാൽ എന്റെ ദൈവം എന്റെ പ്രാർത്ഥന കേട്ടിരിക്കുന്നു. അപ്പോൾ ദൈവവചനം കേട്ട് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, അതെങ്ങനെയായി തീരണം എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നത്തെ ധ്യാനത്തിൽ നമുക്ക് പിന്മാറാം. ഒരു മനുഷ്യന് 2 മക്കളുണ്ടായിരുന്നു. എത്ര മക്കളാണെന്ന് പറഞ്ഞേ? 2 മക്കൾ. അദ്ദേഹത്തിന് ഒരുപാട് ബിസിനസ് ഒക്കെ ഉണ്ട്. അപ്പൊ അദ്ദേഹം ചിന്തിച്ചു, ഈ മക്കളിൽ ഒരാൾക്ക്, ബുദ്ധിമാനായ ഒരാൾക്ക് ബിസിനസ്സിനെ ഏൽപ്പിച്ചു കൊടുക്കണം എന്ന് ചിന്തിച്ചു. ഇങ്ങനെ അദ്ദേഹം 2 മക്കളെയും അരികെ വിളിച്ചിട്ട് ഒരു വലിയൊരു റൂം കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് എത്ര ക്യാഷ് വേണമെങ്കിലും എടുക്കാം, പക്ഷെ ഞാൻ ഇന്ന് സന്ധ്യയ്ക്ക് വരുമ്പോൾ ഈ റൂം നിറഞ്ഞ സാധനം ഉണ്ടായി. 2 പേരും ഒരു വെല്ലുവിളിയായിട്ട്, ആരാണോ ഈ റൂം നിറച്ച സാധനങ്ങൾ കൊണ്ട് വെക്കുന്നത് അയാൾക്ക് എന്റെ ബിസിനസിന്റെ താക്കോല് ഞാൻ തിരികെ തരും. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ വലിയ സന്തോഷമായി. ഇഷ്ടംപോലെ പൈസ എടുത്തോളാൻ പറഞ്ഞിട്ടുണ്ട്. റൂം നിറച്ചു വെച്ചാൽ മതി. ശേഷം അദ്ദേഹം വരുമ്പോൾ എന്തിന്റെ താക്കോല് കൈ കിട്ടും? ബിസിനസിന്റെ താക്കോല് കൈ കിട്ടും. എല്ലാവരും വലിയ 2 മക്കളും വലിയ സന്തോഷത്തിലായി. അവർ നേരെ അദ്ദേഹത്തിന്റെ ബിസിനസിന്റെ ക്യാഷ് കൗണ്ടറിൽ ചെന്ന് വേണ്ടുന്ന ക്യാഷുകളൊക്കെ എടുത്ത് പുറത്തേക്ക് പോയി. വൈകുന്നേരം സന്ധ്യ ആയപ്പോൾ അദ്ദേഹം തിരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ ആദ്യത്തെ മകന്റെ അടുത്തെത്തി നോക്കിയപ്പോൾ കണ്ടത് നിറച്ചു വെച്ചാൽ മതിയല്ലോ. അതുകൊണ്ട് അവൻ എന്ത് ചെയ്തു? ഇല്ല, കുറച്ച് വൈക്കോൽ മേടിച്ച്, എന്താ വൈക്കോൽ എന്ന് പറഞ്ഞാൽ അറിയാം, കച്ചി, അത് മേടിച്ചിട്ട് ആ റൂം മുഴുവൻ നിറച്ചങ്ങ് ഫിൽ ചെയ്ത് വീട് വരെ ഉണ്ട്. അപ്പം അപ്പന് സന്തോഷമായി. കുഴപ്പമില്ല, അവൻ പറഞ്ഞ പോലെ തന്നെ ചെയ്തു. റൂമെല്ലാം നിറച്ചു വെച്ചു. 2ാമത്തെ മകന്റെ മുറിയിലേക്ക് ചെന്നു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അദ്ദേഹം കണ്ടത് മൊത്തവും ലൈറ്റ് ഓഫാണ്. അദ്ദേഹം ചിന്തിച്ചു, ഇവനെന്തോ വെച്ചാണ് നിറച്ചു വെച്ചിരിക്കുന്നത്, മൊത്തം ലൈറ്റ് ഓഫ് ചെയ്തിട്ട് എന്തായി ചെയ്ത് വെച്ചിരിക്കുന്നത്. അദ്ദേഹം റൂം അങ്ങോട്ട് തുറന്നപ്പോൾ റൂമിൽ നിന്ന് ഒരു വലിയ പ്രകാശം പുറത്തേക്ക് വന്നു. അവൻ എന്തുവാ ചെയ്തിരുന്നത്? അവനൊരു വലിയ മെഴുകുതിരി വാങ്ങിയിട്ട് ആ റൂമിന്റെ സെന്ററിൽ കത്തിച്ചു വെച്ചു. ആ റൂം മുഴുവൻ നിറച്ച എന്ത് കിട്ടി? പ്രകാശം കിട്ടി. അന്ധകാരത്തിലായിരുന്നിടത്തേക്ക് അവൻ എന്തിനെ കൊണ്ടുവന്നു? അവൻ പ്രകാശം കൊണ്ടുവന്നു. നമ്മുടെ വചനം കേൾക്കുമ്പോൾ ഇതുപോലെ തന്നെ ആയിരിക്കണം. നമ്മുടെ ഹൃദയത്തിന്റെ മധ്യത്തിൽ എന്ത് കത്തി നിൽക്കണം? മെഴുകുതിരി കത്തി നിൽക്കണം. നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ മെഴുകുതിരി ഉരുകി തീരുന്നത് പോലെ പ്രാർത്ഥിക്കണം എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് നമ്മൾ സത്യം പറയുന്നത് നമ്മുടെ ദേവാലയങ്ങളിൽ മെഴുകുതിരിക്ക് വലിയ പ്രാധാന്യം തന്നെ കൊടുത്തിരിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. മെഴുകുതിരി ഉരുകിത്തീരുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? എങ്ങനെയാ ഉരുകിത്തീരുന്നത്? എങ്ങനെയാണ്? താന്ന് താപ്പോട്ടേക്ക് പോയി അത് ചത്തുപോവാ.
അല്ലേ? ഞാൻ ജീവനൊന്നുമില്ല, ഞാനൊരു പ്രയോഗം പറഞ്ഞതേ ഉള്ളൂ. ശരിയല്ലേ? താന്ന് വണങ്ങി കണ്ണുനീരൊഴുകി കുമ്പിട്ടെങ്കിൽ മാത്രമേ ആര് കേൾക്കുകയുള്ളൂ? കർത്താവ് കേൾക്കുകയുള്ളൂ. ആദ്യം അവൻ കത്തിന്നപ്പോ തലയെടുപ്പോടുകൂടിയാ കത്തി നിന്നത്. പക്ഷെ ഓരോ നിമിഷം കഴിയുമ്പോൾ അവൻ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? ഉരുകി ഉരുകി താഴോട്ട് വീണുകൊണ്ടിരിക്കുക. ഉരുകി ഉരുകി താഴോട്ട് വീഴുമ്പോഴും കർത്താവ് അത് എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? അത് സന്തോഷത്തോടെ സ്വീകരിക്കും. നമ്മുടെ കണ്ണിൽ നിന്ന് വരുന്ന കണ്ണുനീര് കാണുമ്പോഴാണ് ആർക്കും ഒരു ബോധ്യം ഉണ്ടാവുന്നത്? കർത്താവിന് ഒരു ബോധ്യം ഉണ്ടാവുന്നത്. സന്തോഷം നമ്മുടെ ഭവനത്തിൽ ഉണ്ടായിക്കഴിഞ്ഞാലും കരഞ്ഞ് കർത്താവിനോട് പറയണം, കർത്താവേ, എനിക്ക് ഈ സന്തോഷം തന്നതിൽ നിനക്ക് സ്തുതി, നിനക്ക് സ്തോത്രം. ഒന്ന് ഉറക്കെ പറഞ്ഞ, നിനക്ക് സ്തുതി, നിനക്ക് സ്തോത്രം. അത് പറയാനാണ് നമ്മുടെ നാവിനെ ഒരു പ്രയാസം. എന്തോ ഒന്ന് മാറ്റി നിർത്തിയേക്കുന്നത്. അതുകൊണ്ട് കർത്താവിനോട് എപ്പോഴും ഹല്ലേലൂയ സ്തോത്രം പറയാൻ നമ്മൾ തയ്യാറാവണം. നമ്മൾ പാടുമല്ലേ ഏവങ്കേലിന് മുമ്പിട്ട്? എങ്ങനെ പാടും? ഏവങ്കേലിന് മുമ്പിട്ട് എങ്ങനെയാ തുടങ്ങുന്നത്? ഹല്ലേലൂയ ഹല്ലേലൂയ അത് പറഞ്ഞിട്ട് തുടങ്ങും. പക്ഷെ വീട്ടിലൊരു ഹല്ലേലൂയ ഇന്നേ വരെ പറഞ്ഞിട്ട് പിന്നെ പറയുന്നത് എപ്പോഴാണെന്ന് അറിയാമോ? ക്രിസ്മസിന്റെ സമയമാകുമ്പോ 2 പാടിനകത്ത് ഹല്ലേലൂയ പാടും. അപ്പൊ എല്ലാവരും ഇറങ്ങി തമ്പുറൊക്കെ പൊട്ടി ജിഞ്ചിലൊക്കെ അടിച്ച് അന്നേരം എന്ത് പറയും? ഹല്ലേലൂയ 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 എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിങ്ങൾ ദൈവത്തിന് സ്തുതി, സമാധാനം, ഭൂമിയിൽ ദൈവപ്രസാദം, സമാധാനം എല്ലാം പറഞ്ഞ് അങ്ങനെ കണ്ടെന്ന് പറയും. ഹല്ലേലൂയ ഹല്ലേലൂയ എന്ന് പറയും. പറയാറുണ്ടോ? ഉണ്ട്. പക്ഷെ സ്വന്തം വീടുകളിൽ ഇന്ന് വരെ എന്ത് നമ്മൾ പറഞ്ഞിട്ടില്ല? ഹല്ലേലൂയ സ്തോത്രം നമ്മൾ കേൾക്കുന്നില്ല. മാറ്റി നിർത്തിയിരിക്കുകയാണ്. വെളിപാട് പുസ്തകത്തിൽ ഒരു കാര്യം കൂടെ പറഞ്ഞുകൊണ്ട് നമുക്ക് ഇതിൽ നിന്ന് പിൻവാങ്ങാം. വെളിപാട് പുസ്തകം 1-ാം അധ്യായം 12-ാമത്തെ വാക്യം. ഞാനത് വായിച്ചു പോകാം. നിങ്ങൾ ബൈബിളുള്ളവർ തോന്നു ചിന്തിച്ചാൽ, കാഹളത്തിന് തക്ക ഒരു മഹാനാദം എന്റെ പുറകിൽ കേട്ടു എന്ന് പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത്. കാഹളത്തിനകത്ത് ഒരു മഹാനാദം എന്റെ പുറകിൽ കേട്ടു. ഇതൊരു ദൈവത്തിന്റെ ശബ്ദമാണ്. ഞാൻ ഇതിനെ വചനം കേട്ടു എന്ന് പറഞ്ഞതിനെ മാറ്റുകയാണ്. നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയങ്ങളിൽ ഇന്നത്തെ വചനം കേട്ട് അറിഞ്ഞ് സ്വീകരിച്ചിട്ടുണ്ടല്ലേ? ദൈവമാതാവിന്റെ ചെവിയിലേക്ക് വന്നിട്ട് എന്തു പറഞ്ഞു മാലാഖ? കൃപ നിറഞ്ഞവളെ നിനക്ക് സമാധാനം എന്ന് പറഞ്ഞു. എന്നിട്ട് കുറെ കാര്യങ്ങൾ അവളോട് പറഞ്ഞു. അവൾ വേറെ എവിടെയെങ്കിലും പറഞ്ഞു. അതിന്റെ അവസാനം ഒരു സെന്റൻസ് ഉണ്ട്. അവൾ അത് ഹൃദയത്തിൽ സംഗ്രഹിച്ചു. അവൾ അത് ഹൃദയത്തിൽ സംഗ്രഹിച്ചു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ എന്ത് കേട്ട വചനങ്ങളെല്ലാം എവിടെ സംഗ്രഹിച്ചു വെക്കണം? ഹൃദയത്തിൽ സംഗ്രഹിച്ചു വെക്കണം. ഈ ചെവിയുടെ നമ്മൾ പറയുന്ന പോലെ, പിള്ളേരോട് പറയുന്നത് പോലെ, ഈ ചെവിയുടെ എടുത്ത് കളഞ്ഞിട്ട് പോകരുത്. കേട്ട വചനങ്ങളെല്ലാം എവിടെ സംഗ്രഹിക്കണം? ഹൃദയത്തിൽ സംഗ്രഹിച്ചു വെക്കണം. 2, അതിന്റെ 12-ാം വാക്യത്തിന്റെ തന്നെ താഴേക്ക് വരുമ്പോൾ, എന്ത് എന്ന് കാണുവാൻ ഞാൻ തിരിഞ്ഞു. അപ്പൊ വചനം കേട്ടു കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ഇനി എന്ത് ചെയ്യാനാ പറഞ്ഞിരിക്കുന്നത്? തിരിഞ്ഞു. വചനം കേട്ട് കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്യണം? തിരിയാനാ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എങ്ങനെ തിരിയാനാ? എങ്ങനെ തിരിഞ്ഞു നോക്കിയാൽ മതിയോ? അല്ല, വചനം കേട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഹൃദയത്തിൽ ഒരു തിരിവുണ്ടായിരിക്കണം. ഒരു രൂപാന്തരം, ഒരു ട്രാൻസ്ഫോർമേഷൻ, ഒരു മാനസാന്തരം. ഇന്ന് കേട്ടതെല്ലാം നല്ലതായിരുന്നു. എനിക്ക് എന്റെ ഹൃദയത്തിൽ എന്തൊക്കെ മാറ്റങ്ങൾ, എന്റെ ജീവിതത്തിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്താൻ പറ്റും? ഞാൻ എപ്പോൾ തിരികെ കൊടുക്കണം? ഞാൻ എപ്പോൾ പ്രാർത്ഥിക്കണം? ഒരു തീരുമാനം എടുക്കാൻ. വചനം കേട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യണമെന്നാ പറഞ്ഞത്? തിരിയണം. 1-ാമത്തെ കാര്യം, വചനം കേട്ടു, ശബ്ദം കേട്ടു, വചനം കേട്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും എന്ത് ചെയ്യണം? തിരിയണം. വചനത്തിന്റെ നേരെ തിരിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ 13-ാമത്തെ വാക്യത്തിന്റെ അവസാനം വരുമ്പോൾ കാണാം, മനുഷ്യപുത്രനോട് സദൃശനായവനെ കണ്ടു എന്നാ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ആദ്യം വചനം കേട്ടു. വചനം കേട്ടപ്പോൾ ഞാൻ എന്റെ ശരീരവും മനസ്സും ഒക്കെ വചനത്തിന് തുല്യമായിട്ട് തിരിച്ചപ്പോൾ എനിക്ക് എന്ത് ചെയ്യാൻ വേണ്ടി കഴിഞ്ഞു? എനിക്ക് മനുഷ്യപുത്രനെ കാണുവാൻ വേണ്ടി കഴിഞ്ഞു. എന്റെ വചനം, കർത്താവിൽ നിന്ന് കിട്ടുന്ന വചനം, അതൊക്കെ കേട്ട് മനുഷ്യന് മാനസാന്തരം എന്ന് തിരിഞ്ഞു കഴിഞ്ഞാൽ അവന് ഡയറക്റ്റ് ആരെ കാണാൻ കഴിയുമെന്ന് അവിടെ പറഞ്ഞിരിക്കുന്നത്? ദൈവത്തിനെ കാണാൻ വേണ്ടി കഴിയും.
ഇവിടെ പറഞ്ഞിരിക്കുന്ന അദ്ദേഹം തിരിഞ്ഞു നോക്കിയപ്പോൾ, യോഹന്നാന്റെ വെളിപാടാണ് പറഞ്ഞിരിക്കുന്നത്, അദ്ദേഹം തിരിഞ്ഞു നോക്കിയപ്പോൾ കണ്ടു എന്ന് പറയുന്ന മനുഷ്യസദൃശനെ വിട്ടിട്ട് ഞാൻ നിങ്ങളോട് പറയുകയാണ്, നിങ്ങളുടെ മനസ്സിലും ശരീരത്തിലും ഇതുപോലെ വചനങ്ങളെ ഉൾക്കൊണ്ട് നിങ്ങൾ തിരിഞ്ഞാൽ നിങ്ങൾക്കും ആരെ കാണുവാൻ വേണ്ടി കഴിയും? ദൈവത്തിനെ കാണുവാൻ വേണ്ടി കഴിയും. പരീക്ഷനും ചുങ്കക്കാരനും വന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി പറഞ്ഞു. ആരുടെ പ്രാർത്ഥനയായിരുന്നു നല്ലത്? ഉറക്കെ പറഞ്ഞു. ചുങ്കക്കാരന്റെ പ്രാർത്ഥന. പരീക്ഷന് എങ്ങനെയാ പ്രാർത്ഥിച്ചത്? ഞാൻ ഈ ഇരിക്കുന്നവനെ പോലൊന്നും അല്ലാത്തത് എന്റെ പ്രാർത്ഥന എന്ന് കേട്ടേക്കണേ. ചുങ്കക്കാരൻ പക്ഷെ എങ്ങനെയാ പ്രാർത്ഥിച്ചത്? മാറത്തടിച്ച് നിലവിളിച്ചു എന്നാ പറഞ്ഞിരിക്കുന്നത്. അതുപോലെ ആയിരിക്കണം നമ്മുടെ പ്രാർത്ഥന. മാറത്തടിച്ച് നിലവിളിച്ചുകൊണ്ട് പ്രാർത്ഥിക്കണം, കർത്താവേ എനിക്ക് ഇന്ന ആവശ്യതയുണ്ട് ദൈവം തമ്പുരാനെ. പറയുമ്പോൾ അത് കേട്ട് കഴിഞ്ഞാൽ അവൻ ഇറങ്ങി വന്ന് നമ്മുടെ അടുത്ത് വന്നിരിക്കും. ഏറ്റവും അവസാനം പടകലിന്റെ അടിത്തട്ടിൽ പോയി കിടന്ന് ഉറങ്ങിയായിരുന്നു. കുറ്റപ്പെടുത്തിക്കൊണ്ട് ശിഷ്യന്മാർ വന്നിട്ട് കർത്താവിനോട് പറഞ്ഞു, നീ എന്താണ് ഈ കിടപ്പ് കിടക്കുന്നത്? ഞങ്ങൾക്ക് ഈ ഒരു പ്രയാസം വരുന്നത് നീ കാണുന്നില്ലേ എന്ന് ചോദിച്ചു. ഉടനെ കർത്താവ് തിരിച്ചു വിളിച്ചൊരു വേടുണ്ട്. എന്താണ്? അല്പവിശ്വാസികളെ എന്ന് വിളിച്ചുകൊണ്ടാണ് എഴുന്നേറ്റ് വന്നത്. എഴുന്നേറ്റ് വന്നിട്ട് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ, കാറ്റും കടലും എല്ലാം ശാന്തമാണ്. വചനം കേട്ട് കഴിഞ്ഞാൽ തിരിയണം, തിരിഞ്ഞു കഴിഞ്ഞാൽ സകലതും ശാന്തമാക്കുന്ന കർത്താവിനെ നമുക്ക് എല്ലാവർക്കും കാണുവാൻ വേണ്ടി കഴിയും. എന്റെ പ്രയാസങ്ങൾ, എന്റെ ദുഃഖങ്ങൾ, എന്റെ മനോഭാരങ്ങൾ, എന്റെ ആകുലതകൾ, എന്റെ സങ്കടങ്ങൾ സകലതും പുറത്ത് ശാന്തമാക്കുന്ന ഒരു കർത്താവിനെ കാണണമെന്നുണ്ടെങ്കിൽ ആദ്യം വചനം കേൾക്കണം. വചനം കേട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ വചനത്തിന് നേരെ തിരിയണം. വചനത്തിന് നേരെ തിരിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ മനസ്സും ശരീരവും ശാന്തമാക്കുന്ന കർത്താവ് ഇറങ്ങി വന്നിട്ട് പറയും, ഭയപ്പെടേണ്ട. അവസാനം കൊണ്ട് വന്നേ 17-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, ഞാൻ അവനെ കണ്ടു കഴിഞ്ഞപ്പോൾ അവന്റെ കാൽക്കൽ വീണു. ഞാൻ അവനെ കണ്ടു കഴിഞ്ഞപ്പോൾ അവന്റെ കാൽക്കൽ വീണു. നമ്മളോട് കുമ്പിട്ട് നമസ്കരിക്കാറുണ്ടല്ലേ? എന്താ കുമ്പിട്ട് നമസ്കരിക്കുന്നതിന്റെ അർത്ഥം? ആരുടെ കാൽക്കൽ വീഴുകയാണ്? നമ്മള് കർത്താവിന്റെ കാൽക്കൽ വീഴുകയാണ്. ഓരോ അവസരത്തിലും നമ്മൾ കർത്താവിനെ കാണുകയാണ്. ചുമ്മാതെ ദൈവമേ നീ പരിശുദ്ധരാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി കുരിശിൽ തറയ്ക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമെന്ന് പറഞ്ഞ് ചുമ്മാതാണോ നമ്മൾ മുട്ടുകുത്തുന്നത്? അല്ല, കരുണ ചെയ്യണമേ എന്ന് പറയുമ്പോൾ കരുണ ചെയ്യുവാൻ വേണ്ടി മുട്ടുകുത്തുകയാണ് സാഷ്ടാംഗം. വചനം കേട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ ശരീരവും മനസ്സും അതിലേക്ക് തിരിയണം. തിരിഞ്ഞാൽ കർത്താവിനെ കാണും. കർത്താവിനെ കണ്ടാൽ അവന്റെ മുന്നിൽ സാഷ്ടാംഗം നമസ്കരിക്കണം. സാഷ്ടാംഗം നമസ്കരിച്ചു കഴിയുമ്പോൾ കർത്താവ് പറയുന്ന വാചകമാണ് 17-ാം വാക്യത്തിൽ കൊടുത്തിരിക്കുന്നത്. അവൻ വലം കൈ എന്റെ മേൽ വെച്ചിട്ട് എന്താ പറഞ്ഞത്? ഭയപ്പെടേണ്ട, ഞാൻ ആദ്യനും അന്ത്യനും ജീവനുള്ളവൻ. ഒറ്റ വീട് മാത്രം അതിനടുത്തേച്ചാൽ മതി. ഭയപ്പെടേണ്ട. ഓരോ നിമിഷത്തിലും നമ്മുടെ ജീവിതത്തിൽ കാറ്റ് വരും, കോള് വരും. സമുദ്രം കിടന്ന് അലയടിച്ചതുപോലെ നമ്മുടെ ജീവിതം ഇങ്ങനെ കിടന്ന് അലയടിച്ചുകൊണ്ടേയിരിക്കും. അപ്പൊ നമ്മൾ പാടണം, കഷ്ടതയോ സങ്കടമോ പട്ടിണിയോ പരിഹാസങ്ങളോ. കേട്ടിട്ടുണ്ടോ ഈ പാട്ട്? എന്റെ താതൻ എന്നെ അവൻ സ്നേഹിക്കുന്നു. കഷ്ടതയും സങ്കടവും പട്ടിണിയും പരിഹാസങ്ങളും ഒക്കെ ദൈവം തമ്പുരാൻ തരുമ്പോൾ എന്റെ ദൈവം എന്നെ എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? സ്നേഹിച്ചുകൊണ്ടിരിക്കുക. എല്ലാം നശിച്ചവനായി യോബ് ഒരിക്കൽ പോലും കർത്താവിനെ തള്ളി പറയുന്നത് നമുക്ക് കാണാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ടോ? ഭാര്യ പറഞ്ഞു, എന്തിനാണ് ഊരിയിരിക്കുന്നത്? ഓട് കഷ്ണം ചൊട്ടിക്കൊണ്ട് എഴുതിട്ട് കൂടാ ഊയെന്ന് വരെ ഭാര്യ ആരോട് പറഞ്ഞു? യോബിനോട് പറഞ്ഞു. യോബ് അതിൽ എന്താ പറയുക? എന്റെ വാമുഖി ഇവിടെ കാണിക്കുന്നോളാം അല്ലേ? അവിടെ മാറി ഞാൻ ഇവിടെ ചൊരട്ടി ചൊറിഞ്ഞോളാം എന്നാ പറഞ്ഞത്. അപ്പൊ തള്ളി പറഞ്ഞോ? മക്കള് പോയി, സമ്പത്ത് പോയി, സകലം നശിച്ചു. തള്ളി പറഞ്ഞോ? കഷ്ടതയും സങ്കടങ്ങളും പരിഹാസങ്ങളും ഒക്കെ വരുമ്പോൾ എന്റെ താതൻ എന്നെ സ്നേഹിച്ചുകൊണ്ടേയിരിക്കുകയാണെന്ന് ഓർത്താൽ മതി. സകലം നമ്മുടെ ജീവിതത്തിൽ കയറി വരും. കഷ്ടതയാവാം, സങ്കടങ്ങളാവാം, ഹൃദയം നുള്ളി നോക്കുന്ന പരിഹാസങ്ങളാവാം, എന്തും വന്നോട്ടെ, ഒറ്റയടിക്ക് കർത്താവിനോട് പറയേണ്ടുന്നത് എന്റെ താതൻ എന്നെ സ്നേഹിച്ചുകൊണ്ടേയിരിക്കുക. അതുകൊണ്ട് കർത്താവ് ആദ്യം പറഞ്ഞ വാചകം വീണ്ടും ഞാൻ പറയുന്നു, നിങ്ങൾ എന്നെ വിളിച്ചപേക്ഷിക്കാൻ ഞാൻ നിനക്ക് ഉത്തരമരുളും. പക്ഷെ വിളിച്ചപേക്ഷിക്കുമ്പോൾ ബാക്കി നിങ്ങൾ എന്നിലും നിങ്ങളുടെ ഉള്ളിൽ വചനം ഉണ്ടായിരിക്കണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ യാചിക്കുന്നതിന് മുൻപേ
ഞാൻ നിങ്ങളെ അറിഞ്ഞിരിക്കുന്നു. നിങ്ങൾ എന്താണ് യാചിക്കാൻ പോകുന്നതെന്ന് അറിഞ്ഞിരിക്കുമെന്നാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്. എല്ലാവർക്കും ഒരു നിമിഷം തലകളെ ഉണക്കി കർത്താവിനോട് പ്രാർത്ഥന. ഞങ്ങളെ അളവില്ലാതെ സ്നേഹിക്കുന്നവനായ കാരുണ്യവാനായ കർത്താവേ, ഈ സന്ധ്യാസമയത്തിനായിട്ട് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. തിരുവനന്തപുരാനെ അങ്ങയുടെ ദേവാലയത്തിൽ കടന്നുകൂടിയിരിക്കുന്ന സകല ജനങ്ങളെയും അവിടുന്ന് കൈനീട്ടി നിന്റെ വലങ്കയാൽ തിരുവനന്തപുരാനെ സകലവിധ കൃപകളാലും അനുഗ്രഹങ്ങളാലും കൊടുത്ത് സഹായിക്കുമാറാകണം. ഇവരുടെ തലമേൽ നീ കൈവച്ച് ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെ ഉണ്ട് എന്ന് പറയുവാൻ തക്കവണ്ണം കർത്താവേ നീ ഞങ്ങളുടെ ഉണ്ടായിരിക്കുമാറാകണം. ഞങ്ങളുടെ കഷ്ടതകൾ, ഞങ്ങളുടെ സങ്കടങ്ങൾ, ഞങ്ങളുടെ ദുരിതങ്ങൾ, ഞങ്ങളുടെ പ്രയാസങ്ങൾ ഒക്കെ ഞങ്ങളുടെ ദിവസം സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കും തിരുവനന്തപുരാനെ. ഞങ്ങൾക്കിടയിൽ രോഗികളായിരിക്കുന്നവരുടെ കർത്താവെ അവരെ നീ കൈതൊട്ട് സൗഖ്യമാക്കി തീർക്കുമാറാകണമേ. വാർദ്ധക്യത്തിലായിരിക്കുന്നവരുടെ തിരുവനന്തപുരാനെ അവരുടെ ഒക്കെ സങ്കടങ്ങൾ കണ്ട് കർത്താവെ അവർക്ക് വേണ്ടുന്ന സൗഖ്യം കൊടുക്കുമാറാകണം. ഓരോ പ്രയാസങ്ങളും ഓരോ യാചനകളും അങ്ങയുടെ ദിവസം സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കും കർത്താവെ. ഞങ്ങൾ അറിയും തിരുവനന്തപുരാനെ, ഞങ്ങൾ യാചിക്കുന്നതിന് മുൻപേ നീ അത് അറിഞ്ഞിരിക്കുന്നു എന്നുള്ളത് കർത്താവെ. എന്നിരുന്നാലും ഞങ്ങളുടെ മനസ്സിലുള്ള ദുഃഖങ്ങളും പ്രയാസങ്ങളും നീ മനസ്സിലാക്കിയിട്ട് എത്രയും വേഗം ഞങ്ങൾക്ക് നീ ഉത്തരവുമാറാകണമേ കർത്താവേ. ഞങ്ങളുടെ പ്രയാസങ്ങളെ നീ കണ്ടില്ലാതെ നടിക്കരുതേ തിരുവനന്തപുരാനെ. ഞങ്ങളുടെ പാപങ്ങളാൽ ഞങ്ങൾ അടിമപ്പെട്ടു പോയിരിക്കുന്നു കർത്താവേ. എന്നിരുന്നാലും ഞങ്ങളുടെ പാപങ്ങളെ നിന്റെ മനസ്സിൽ നീ വെക്കാതെ അവയൊക്കെ നിന്റെ ഓർമ്മയിൽ നീ മായ്ച്ചു കളഞ്ഞ കർത്താവേ, ഞങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി വന്ന് ഞങ്ങളെ നീ സൗഖ്യമാക്കി തീർക്കുമാറാകണമേ. ഞങ്ങൾക്ക് ആശ്വാസകനായി തീരുമാറാകണമേ കർത്താവേ. ഞങ്ങൾ അങ്ങനെ തിരിച്ച് സമർപ്പിച്ചിരിക്കുന്ന സകല യാചനകളെയും അവിടുന്ന് കൈക്കൊണ്ട ദൈവത്തമ്പുരാനെ വേഗം ഉത്തരവരുടെ ഞങ്ങൾക്ക് വേണ്ടുന്നതായിട്ടുള്ള സഹായങ്ങളെ അവിടെ തെരുമാറാകണമേ കർത്താവേ. ഉത്തമ വൈദ്യനെ പോലെ ഞങ്ങളുടെ എല്ലാ രോഗങ്ങൾക്കും നീ തൊട്ട് നീ സൗഖ്യമാക്കി തീർക്കുമാറാകണമേ കർത്താവേ. ദൈവത്തമ്പുരാനെ നിനക്ക് മനസ്സുണ്ടെങ്കിൽ ശുദ്ധമാകുക എന്ന് പറഞ്ഞ കർത്താവേ, ഞങ്ങൾ മനസ്സോടെ തന്നെ ദർശനത്തിൽ വന്നിരിക്കുന്ന ദൈവത്തമ്പുരാനെ നീ ഇറങ്ങി വന്നാൽ ഞങ്ങളെ തൊട്ട് ഞങ്ങളെ നീ സൗഖ്യമാക്കി തീർക്കുമാറാകണമേ കർത്താവേ. ഞങ്ങളുടെ എല്ലാവരുടെയും അപേക്ഷകളും യാചനകളും ഇപ്പോൾ ഞങ്ങളുടെ മനസ്സിൽ ഉരുട്ടുകൊണ്ടിരിക്കുന്ന ദൈവത്തമ്പുരാനെ നീ ഇറങ്ങി വന്നാൽ ഞങ്ങളെ തൊട്ട് കർത്താവേ ഞങ്ങളുടെ യാചനകളെയും അപേക്ഷകളെയും നീ കൈക്കൊള്ളുമാറാകണമേ ദൈവത്തമ്പുരാനെ. പരിശുദ്ധാത്മാവിനാൽ കൂടിയിരിക്കുന്ന എല്ലാവരെയും നിറയ്ക്കുമാറാകണമേ കർത്താവേ. ഞങ്ങളുടെ ശരീരവും ഞങ്ങളുടെ അവയവങ്ങളും എല്ലാം നിറകൊള്ളുവാൻ തക്കവണ്ണം അവിടെ അനുഗ്രഹിക്കുമാറാകണമേ ദൈവത്തമ്പുരാനെ. കർത്താവേ, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നതിന് ദിവസത്തിൽ എത്തിയിരിക്കുന്ന ദൈവത്തമ്പുരാനെ നീ ഇറങ്ങി വന്ന് ഞങ്ങളെ എല്ലാവരെയും സൗഖ്യമാക്കുമാറാകണമേ കർത്താവേ. കർത്താവേ, ഞങ്ങളുടെ അപേക്ഷകളും യാചനകളും നീ കൈക്കൊള്ളുമാറാകണമേ ദൈവത്തമ്പുരാനെ. കർത്താവേ, മക്കളില്ലാത്തവരെ തൊട്ട് നീ മക്കൾക്ക് വേണ്ടുന്ന അനുഗ്രഹങ്ങളെ കൊടുക്കുമാറാകണമേ കർത്താവേ. ദൈവത്തമ്പുരാനെ, ജോലിക്കായി ആഗ്രഹിക്കുന്ന എല്ലാവർക്കും നീ ഇറങ്ങി വന്ന് ജോലിയെ നീ കരസ്ഥമാക്കുവാൻ തക്കവണ്ണം നീ അനുഗ്രഹിക്കുമാറാകണമേ കർത്താവേ. ദൈവത്തമ്പുരാനെ, ഞങ്ങളുടെ കണ്ണുനീരിനെ നീ കാണുമാറാകണമേ കർത്താവേ. മെഴുകുതിരി ഉരുകിത്തീരുന്നത് പോലെ ദൈവത്തമ്പുരാനെ ഞങ്ങൾ നിന്റെ ദർശനത്തിൽ ഉരുകിത്തീരുന്ന കർത്താവേ, നിന്നോട് വിളിച്ചപേക്ഷിച്ചാൽ നീ ഉത്തരവരണമെന്ന് പറഞ്ഞല്ലോ ദൈവത്തമ്പുരാനെ. ഞങ്ങൾക്ക് നീ ഉത്തരവരണമാകണമേ കർത്താവേ. വിദേശത്തേക്ക് പോകുവാൻ ആഗ്രഹിക്കുന്നവർ കർത്താവേ, അവർക്ക് നീ വിദേശത്തേക്ക് പോകുവാൻ തക്കവണ്ണമുള്ള എല്ലാ അവസരങ്ങളും ഉണ്ടാക്കി കൊടുക്കുമാറാകണമേ ദൈവത്തമ്പുരാനെ. കൈകൾക്കും കാലുകൾക്കും ശരീരങ്ങൾക്കും വേദനകളും പ്രയാസങ്ങളുമായി വന്നു ചേർത്തിരിക്കുന്നവർ കർത്താവെ, അവരെ നീ അനുഗ്രഹിക്കുമാറാകണമേ ദൈവത്തമ്പുരാനെ. ഈ പെരുന്നാൾ ശുശ്രൂഷ കഴിയുമ്പോൾ കർത്താവെ, സകലതും ലഭിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് സന്തോഷത്തോടെ വരുവാൻ തക്കവണ്ണം ഈ ദേവാലയത്തിലുള്ളവരെയും കൂടി വരുന്നവരെയും ഇനി കൂടി വരുവാനിരിക്കുന്നവരെ അവിടെ അനുഗ്രഹിക്കുമാറാകണമേ കർത്താവെ. ഞങ്ങളിൽ നിന്ന് വാങ്ങിപ്പോയിരിക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു ദൈവത്തമ്പുരാനെ. ഇമ്പങ്ങളുടെ വർദ്ധിച്ചു അവരുടെ ആത്മാവ് ആശ്വാസത്തോടെ ഏൽപ്പാൻ തക്കവണ്ണം അവരെ നീ അനുഗ്രഹിക്കുമാറാകണം. ഞങ്ങൾ നിനക്കും നിന്റെ പിതാവിനും നിന്റെ പരിശുദ്ധ റൂഹായിക്കും സ്തുതി സ്തോത്രം സമർപ്പിക്കുവാനായിട്ട് തന്നെ ആമേൻ. ഇപ്പോൾ നമ്മുടെ കുരിശുമൂട്ടില് നമുക്ക് ധൂപപ്രാർത്ഥന അതിനോടൊപ്പം അവിടെ വെച്ച് കൈമുട്ടും അതിനുശേഷം ഭക്ഷണം കഴിച്ച് പിരിയാവുന്നതാണ്. ഇപ്പോൾ നമ്മുടെ കൊയർ സംഗീതം പാടുകയും അതിനുശേഷം കാണിക്കിടാൻ ആഗ്രഹിക്കുന്നവർ കാണിക്കുകയും ചെയ്യുന്നു.